ഇന്ന് നമുക്കൊരു സന്തോഷിക്കാൻ വകയുള്ള ഒരു ദിവസമാണെന്ന് ഞാൻ പറയും. അതായത് സൗദി അറേബ്യയിലെ റിയാദിലെ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിൻ്റെ മോചനം ഇന്നുണ്ടാകും എന്നാണ്. അതായത് ശിക്ഷാ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. 20 കൊല്ലം അദ്ദേഹം പൂർത്തിയാക്കുകയാണ് സൗദി ജയിലിൽ. നിങ്ങൾക്കറിയുന്നത് പോലെ ഒരുപാട് റഹീമിൻ്റെ മോചനത്തിനായി ശ്രമിച്ച ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ലോകമെമ്പാടുമുള്ള മലയാളികൾ സഹകരിച്ചിട്ടാണ് 34 കോടി രൂപ പിരിച്ചെടുത്ത് ദയാധനമായി കൊടുത്തത്. അതോടെയാണ് ഇദ്ദേഹത്തിൻ്റെ മോചനത്തിന് വഴിയൊരുങ്ങിയത്. 20 കൊല്ലത്തെ ശിക്ഷയാണ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നത്. അതിനുശേഷം വധശിക്ഷ എന്ന രീതിയിൽ വധശിക്ഷ ആദ്യം ഒഴിവായി. ഇപ്പോൾ ഇന്ന് ശിക്ഷാ കാലാവധി കൂടി അവസാനിക്കും. ഫറൂഖിലെ ഒരു ഉമ്മ കാത്തിരിക്കുകയാണ്. നമുക്കറിയാം ഇന്ന് നമുക്കറിയാം എപ്പോൾ അദ്ദേഹം മോചിതനാകും, എപ്പോൾ നാട്ടിലേക്ക് വരാൻ കഴിയും എന്നുള്ളതൊക്കെ തന്നെ. ആ ഉമ്മയുടെ കണ്ണീരൊപ്പാൻ 24-ഉം ആവും ഇതൊക്കെ ശ്രമിച്ചിട്ടുണ്ടെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം. ഇത്രയധികം സഹായധനം ശേഖരിക്കാൻ ഈ റഹീം സഹായ കമ്മിറ്റിയെ നമ്മളും സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ഗൾഫിലെ പ്രത്യേകിച്ച് സൗദി അറേബ്യയിലെ പ്രവാസികൾ ചില ആളുകളൊക്കെ തന്നെ ഒരു ജീവൻ മരണ പോരാട്ടമായി ഇത് എടുത്തിരുന്നു. അവർക്കൊക്കെ ഒരു ആശ്വാസവും അഭിമാനവും ഉണ്ടാക്കുന്ന ഒരു നിമിഷം ഇന്നുണ്ടാകും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നമ്മുടെ അതിന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആ ഒരു പുരാവൃത്തത്തിലേക്ക്. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 2006 കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീം ജയിലിലാവുന്നത്. പൊതു അവകാശ കേസിൽ കോടതി വിധിച്ച 20 വർഷത്തെ തടവ് ശിക്ഷയുടെ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. മോചനത്തിനുള്ള നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ടെന്നാണ് സൂചന. താമസിയാതെ ആഭ്യന്തര മന്ത്രാലയം ഫൈനൽ എക്സിറ്റ് വിസ അനുവദിക്കും. ഇതോടെ സൗദി സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകും. തുടർന്ന് യാത്രാ തീയതി ക്രമീകരിച്ച് നാട്ടിലേക്ക് മടങ്ങുമെന്നാണ് പ്രതീക്ഷ. രാജ്യം വിടാനുള്ള എമർജൻസി സർട്ടിഫിക്കറ്റ് റിയാദിലെ ഇന്ത്യൻ എംബസി തയ്യാറാക്കിയിട്ടുണ്ട്. സ്വകാര്യ അവകാശ കേസിൽ അബ്ദുറഹീമിന് കോടതി വിധിച്ചത് വധശിക്ഷയായിരുന്നു. 15 മില്യൺ റിയാൽ അഥവാ 34 കോടിയോളം രൂപ മോചനദ്രവ്യം വാങ്ങി കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബം അബ്ദുറഹീമിന് മാപ്പ് നൽകി. കോടതി വധശിക്ഷ റദ്ദാക്കുകയും ചെയ്തു. ഇതോടെ പൊതു അവകാശ കേസിലെ തടവ് ശിക്ഷയ്ക്ക് ശേഷം മോചനത്തിനുള്ള വഴി തെളിഞ്ഞു. മോചനദ്രവ്യം നൽകാനുള്ള പണം മലയാളികൾ ഒറ്റക്കെട്ടായി സ്വരൂപിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അബ്ദുറഹീമിന്റെ മോചനത്തിനായി കാത്തിരിക്കുകയാണ് കുടുംബവും മലയാളികളും. 24 ജിദ്ദ. പ്രിയപ്പെട്ടവരെ, എന്തായാലും അബ്ദുറഹീമിൻ്റെ മോചനം നമുക്ക് ഒരു വലിയൊരു ആശ്വാസത്തിൻ്റെ വകയാണ്. ഫറൂഖിലെ ഉമ്മയുടെ കണ്ണീരിന് അറുതിയാകുന്നു എന്നുള്ള നിമിഷത്തിന് വേണ്ടി നമ്മളും കാത്തിരിക്കുകയാണ്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ജലീൽ കണ്ണമംഗലം അവിടെ നിന്ന് വരുന്ന മണിക്കൂറുകളിൽ നൽകും. നമുക്ക് കാത്തിരിക്കാം റഹീമിനെ നേരിട്ട് കാണാനായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.